ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് മഹാത്മ്യം അധ്യായം 6 28 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. 28-ാമത്തെ ശ്ലോകം. ശ്രീമദ്ഭാഗവതസ്യാപി തതഃ പൂജാ പ്രയത്നത കർത്തവ്യാ വിധിനാ പ്രീത്യാ ധൂപദീപസമന്വിതാ തദസ്തു ശ്രീബലം ധൃത്വാ നമസ്കാരം സമാചരേത് സ്തുതി പ്രസന്നചിത്തേന കർത്തവ്യാ കേവലം തഥാ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഏവം ദീനവച പ്രോച്യ വക്താരം ചാഥ പൂജയേത് സംഭൂഷ്യ വസ്ത്രഭൂഷാഭി പൂജാന്തേ തം ച സംസ്തവേത്. ശുകരൂപഃ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. തദഗ്രേ നിയമഃ പശ്ചാത് കർത്തവ്യശ്രേയസേ മുദാ സപ്തരാത്രം യഥാശക്ത്യാ ധാരണീയഃ സ ഏവ ഹി വരണം പഞ്ചവിപ്രാണാം കഥാഭംഗനിവൃത്തയേ കർത്തവ്യം തൈർഹരേർജാപ്യം ദ്വാദശാക്ഷരവിദ്യയാ ബ്രാഹ്മണാൻ വൈഷ്ണവാംശ്ചാന്യാംസ്തഥാ കീർത്തനകാരിണ നത്വാ സംപൂജ്യ ദത്താജ്ഞ സ്വയമാസനമാവിശേത്. ലോകവിത്തധനാകാരപുത്രചിന്താംബ്യുതസ്യ ച കഥാചിത്തശുദ്ധമതി സലഭേത് ഫലമുത്തമം. ആസൂര്യോദയമാരഭ്യ സാർദ്ധത്രിപ്രഹരാന്തകം വാചനീയ കഥാ സമ്യക് ധീരകണ്ഠം സുധീമതാ. കഥാവിരാമഃ കർത്തവ്യോ മധ്യാഹ്നേ ഘടികാദ്വയം തത്കഥാമനുകാര്യം വൈ കീർത്തനം വൈഷ്ണവൈസ്തദാ. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാരഃ സുഖാവഹ ഹവിഷ്യാനേന കർത്തവ്യോ ഹ്യേകവാരം കഥാർത്ഥിനാ. ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിശ്ചേച്ഛൃണുയാത് തദാ ഘൃതപാനം പയഃപാനം കൃത്വാ വൈ ശൃണുയാത് സുഖം. ബലാഹാരേണ വാ ഭാവ്യം ഏകഭുക്തേന വാ പുനഃ സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായ തത്. ഇന്ന് 25 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥമാണ്, മലയാളം അർത്ഥമാണ് ഞാൻ വായിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അവസാനത്തെ 3 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് അതും ചേർത്തിട്ടാണ് ഇപ്രാവശ്യം വായിക്കുന്നത്. സപ്താഹയജ്ഞം നടത്തുമ്പോൾ വേണ്ടതായ കർമ്മങ്ങൾ ആണ് നമ്മൾ വിവരിക്കുന്നത് അപ്പോൾ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, വായിക്കുന്ന ആൾ പിതൃതർപ്പണം ചെയ്യണം. അതിന് മാത്രം ശരീരശേഷി ഇല്ലെന്ന് വരികിൽ ശരീരശുദ്ധിക്കായിക്കൊണ്ട് പ്രായശ്ചിത്തം വേണ്ടും വിധം നടത്തണം. വായിപ്പാൻ ഉയർത്തിക്കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ സർവതോഭദ്രം എന്നു പേരുള്ള മണ്ഡലത്തെ നിർമ്മിക്കണം, കോലമിടണം. അതിന് നടുവിൽ ശ്രീഹരിയെ മന്ത്രപൂർവം ആവാഹിച്ച് ഉറപ്പിക്കണം. വായിക്കുന്ന വിദ്വാൻ തന്നെ ശ്രീകൃഷ്ണനെ വിധിപ്രകാരം മന്ത്രം കൊണ്ട് പൂജിക്കണം.
പൂജാവസാനത്തിൽ പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്ത ശേഷം സ്തോത്രം ചെയ്യണം. പൂജിപ്പാനുള്ള ഉത്തമ മന്ത്രം പുരുഷസൂക്തമാണെന്ന് മഹദഭിപ്രായം. സ്തുതിമന്ത്രത്തെ പറയുന്നു. സംസാരമാകുന്ന സമുദ്രത്തിൽ വീണുകിടക്കുന്ന ദുഃഖിതനായ എൻ്റെ ശരീരത്തെ കർമ്മങ്ങളാകുന്ന മുതലായ ജലജന്തുക്കൾ ബന്ധിച്ചിരിക്കുന്നു. ഹേ കരുണാനിധേ, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ എന്ന് പരിതാപത്തോടു കൂടെ പ്രാർത്ഥിക്കണം. പിന്നെ ശാസ്ത്രപൂജ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെയും വിധിപ്രകാരം പരമപ്രീതിയോടുകൂടെ പൂജിക്കണം. ധൂപദീപാദികളെ സമർപ്പിക്കണം. അനന്തരം, അതായത് പിന്നീട്, നാളികേരം സമർപ്പിച്ച് നമസ്കരിച്ച ശേഷം സന്തോഷിച്ച മനസ്സോടുകൂടെ സ്തോത്രം ചെയ്യണം. ഭാഗവതം എന്ന പേരായ ഈ ഗ്രന്ഥം പ്രത്യക്ഷ സ്വരൂപനായ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു. ഹേ നാഥ, സംസാര സമുദ്രത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് ഞാൻ അവിടുത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഹേ കേശവ, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. എൻ്റെ ഈ മനോരഥത്തെ, ആഗ്രഹത്തെ വിഘ്നം കൂടാതെ അവിടുന്ന് സഫലമാക്കി തരണമേ. ഇപ്രകാരം ക്ലേശത്തോടുകൂടെ പ്രാർത്ഥിച്ച ശേഷം വക്താവിനെ, പറയുന്ന ആളെ, വസ്ത്രം, അലങ്കാരം എന്നിവ കൊണ്ട് ഭൂഷിക്കുകയും പൂജിക്കുകയും ചെയ്ത ശേഷം അവസാനത്തിൽ നമസ്കരിക്കണം. വക്താവിനെ സ്തുതിക്കേണ്ടതായ മന്ത്രം: ഹേ ശ്രീശുഖമൂർത്തേ, ഹേ സർവജ്ഞ, സർവശാസ്ത്ര വിശാരദ, ഈ കഥയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണമേ. വക്താവ് ആദ്യന്തം നിയമത്തെ അംഗീകരിക്കണം. സന്തോഷപൂർവ്വം അനുഷ്ഠിക്കുന്ന ആ നിയമം ശ്രേയസ്സിനെ സാധിപ്പിക്കും. ഏതുവിധം നിയമം സ്വീകരിച്ചാൽ 7 ദിവസവും മുടങ്ങാതെ നടത്തുവാൻ സാധിക്കുമോ ആ വിധം നിയമത്തെ അംഗീകരിക്കുന്നതാണ് അധികമുത്തമം. എന്തുകൊണ്ടെന്നാൽ ആരംഭിച്ച രീതിയെ മധ്യേ വിച്ഛിത്തി വരുത്തുന്നത് നന്നല്ല. അതായത് മുടക്കം വരുത്തുന്നത് നന്നല്ല. ആരംഭിച്ച കഥാപ്രസംഗം മുടങ്ങാതെ നടക്കുവാൻ ശ്രീഹരിപ്രസാദമുണ്ടാകണം. അതിനു വേണ്ടുന്ന ജപം നടത്തുവാനായിട്ട് 5 ബ്രാഹ്മണരെ വരിക്കണം. അവർ ദ്വാദശാക്ഷരം അടങ്ങിയിരിക്കുന്ന മന്ത്രത്താൽ ശ്രീഹരിയെ ജപിക്കണം. വിഷ്ണുഭക്തന്മാരും ഹരികഥാകീർത്തനം ചെയ്യുന്നവരുമായ മറ്റ് ബ്രാഹ്മണരെയും നമസ്കരിച്ച ശേഷം അവരുടെ അനുജ്ഞയോടുകൂടെ ശ്രോതാവ്, അതായത് കേൾവിക്കാരൻ, തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കണം. സുഹൃത്തുക്കൾ മുതലായ ജനങ്ങൾ സ്വർണം, രത്നം മുതലായ വിത്തം, അതായത് ധനം, പശു ആദികളായ ധനം, ഗൃഹം, പുത്രന്മാർ മുതലായവകളെ കുറിച്ചുള്ള ചിന്തയെ ഉപേക്ഷിച്ച് കഥയിൽ തന്നെ മനസ്സിരുത്തണം. രാഗദ്വേഷാദി വൃത്തികൾ മനസ്സിനെ മലിനപ്പെടുത്താതെ ഇരിക്കണം. ഇപ്രകാരം നിഷ്ഠയോടുകൂടെ യാതൊരുവൻ ഭാഗവത കഥ കേൾക്കുന്നുവോ അവൻ ഉത്തമ ഫലത്തെ പ്രാപിക്കും. വായിപ്പാനുള്ള കാലനിയമം പറയുന്നു. സൂര്യോദയം മുതൽ 3:30 യാമം കഴിയുന്നതുവരെ വായിക്കാം. ശ്രോതാക്കന്മാരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ സാന്ദ്രമായ സ്വരത്തോടുകൂടെ ബുദ്ധിമാനായ പണ്ഡിതൻ വായിക്കണം. ഉച്ചവും നീചവുമായ സ്വരം സ്വീകാര്യമല്ല. മധ്യമസ്വരം സാന്ദ്ര ഗംഭീര ശബ്ദം അംഗീകരിക്കുന്നതാണ്. വക്താവിനും ശ്രോതാക്കൾക്കും സുഖകരമെന്നതാണ് ധീരഖണ്ഡം എന്ന് ബോധിപ്പിക്കുന്നത്. മധ്യാഹ്നത്തിൽ 2 നാഴിക നേരം കഥ നിർത്തണം. ആ സമയത്തിൽ വിഷ്ണുഭക്തന്മാരായ ബ്രാഹ്മണർ ഹരികീർത്തനം കൊണ്ട് ശ്രോതാക്കന്മാരെ ആനന്ദിപ്പിക്കണം. മലമൂത്രാദികളുടെ ബാധ കൂടാതെ കഴിപ്പാൻ ശ്രോതൃജനങ്ങൾ ലഘുവായ ആഹാരം സ്വീകരിക്കുന്നത് സുഖമായിരിക്കും. അരിയോ ചാമയോ ഏതു ധാന്യമോ സാധാരണ ഭക്ഷിക്കുന്നത് ആ ധാന്യം കൊണ്ടുണ്ടാക്കി ഭഗവാന് നിവേദിച്ച ആഹാരം ഒരു നേരം മാത്രം കഴിക്കുന്നതാണ് നല്ലത്. ശക്തിയുള്ള പക്ഷം 7 ദിവസം ആഹാരം കൂടാതെ തന്നെ കേൾക്കുന്നത് ഉത്തമം. നെയ്യോ പാലോ പാനം ചെയ്യുന്നതിനും വിരോധമില്ല. ഏതു വിധമായാൽ സുഖമായി ശ്രവിപ്പാൻ കഴിയുമോ ആ വിധം ആഹാരത്തെ നിയമിക്കണം. ഫലഭക്ഷണം സ്വീകരിക്കുന്നതും കൊള്ളാം. ഒരു നേരം ഊണ് കഴിക്കുന്നതായാലും വിരോധമില്ല.
ഏതുവിധം ആഹാരം സ്വീകരിച്ചാൽ സുഖമായിട്ട് കേൾക്കുവാൻ സാധിക്കുമോ ആ വിധം ആഹാരത്തെ അംഗീകരിക്കാം. പ്രാധാന്യം ശ്രവണത്തിനാകയാൽ ആഹാര നിയമം നിമിത്തം ശ്രവണം മുടങ്ങിപ്പോകാതിരിപ്പാൻ മനസ്സിരുത്തണമെന്ന് സാരം.